ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നില്ല ഒരു അടിപൊളി പാലക്കാടൻ ചിക്കൻ കുറുമ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് 2 സവോള നമുക്ക് വേണം കേട്ടോ. അത് നമുക്ക് നൈസായി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് വേണമെങ്കിൽ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് ഇടുന്നത് കേട്ടോ. പച്ചമുളകും ചെറിയ ഉള്ളിയും. പച്ചമുളകാണ് മെയിൻ നമുക്ക് ഇതിൽ കേട്ടോ. കാരണം മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യണില്ല. നമുക്ക് എരിവ് എത്ര വേണോ വേണ്ടത് അതിനൊക്കെയുള്ള മുളക് പൊടി ചതച്ചത് ഇടണം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കത് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അപ്പോൾ നമുക്ക് അത് 2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് മിക്സായിട്ട് വരട്ടെ. പച്ചമുളക് നല്ലോണം മാറിപ്പോട്ടെ. നമുക്ക് അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടി പിടിക്കരുത്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളി നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടിരിക്കണം കേട്ടോ. ഞാൻ അത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല മണമൊക്കെ ഇപ്പോൾ ഈ സമയത്ത് വരുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ മസാല പിടിച്ച മണം നല്ല മണമാണ്. അപ്പോൾ തക്കാളി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു കുറുമ ഞാൻ നെയ്ച്ചോറുക്കാട്ട ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. തക്കാളി ഇട്ടു, മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ വേണം കേട്ടോ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. മുളക് പൊടി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആരും. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി അത്യാവശ്യം തോനെ വേണം. മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്ക്. എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ആക്കൊണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. 2-3 സ്പൂൺ തൈര് ഇട്ടിട്ട് നമുക്കത് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ 250 സബ്സ്ക്രൈബ് അയക്കുന്ന ഗീവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പങ്കാളിയാകാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. നമുക്കിനി നമുക്ക് ചിക്കൻ കഴുകി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരും മറക്കരുത് ഗീവൻ്റെ കാര്യം കേട്ടോ. ഫ്രണ്ട്സുകളിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഈ വീഡിയോ. എന്നിട്ട് എല്ലാവരോടും ലൈക്കും കമൻറ്റും ചെയ്യാൻ പറയും. എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ഉള്ളവരെ തിരഞ്ഞെടുക്കുള്ളൂ നമ്മൾ. എന്നിട്ട് അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും മറക്കരുത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. നമുക്കത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം കേട്ടോ. 2 വിസിൽ വന്നാൽ മതി. നമുക്ക് ആ സമയത്ത് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കുക്കറെല്ലാം ചിക്കൻ വെന്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ട ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച തേങ്ങനെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പില്ലെങ്കിൽ നോക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കറി ഒന്ന് മൂടി വെക്കാം. തിളക്കട്ടെ, അതൊരു വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കുറുമ. ഇനി താളിക്കൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. ഞങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്താ നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഈ കറി ഒഴിക്കാൻ പോവാണ്. നല്ല മണം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. നമ്മളുടെ എല്ലാവരുടെയും ചുവപ്പ് കളറിലാണ് ഉണ്ടാക്കി നോക്കുക. മുളക് പൊടി ഇട്ടിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ. ഈ ടൈപ്പിലൊരു ചിക്കൻ കുറുമ, നൂൽപുട്ട്, അതുപോലെ തന്നെ പൊറോട്ട, പൂരി, നെയ്ച്ചോറിനൊക്കെ മസ്റ്റാണിത്. നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടോ. ആരും മറക്കരുത്, ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി സൈഡിലേക്ക് നമുക്ക് സൈഡ് ഡിഷ് കൂടി വേണ്ടേ. അപ്പോൾ തയ്ച്ചട്ടിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കണേ. ആരും മറക്കരുത് കേട്ടോ. ഗീവൻ്റെ കാര്യം ആരും മറക്കരുത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഫാമിലിക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ
ചിക്കനും അതുപോലെ തന്നെ ഉള്ളിയും ചോറും കൂടി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.